അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് ജീവൻ വെടിയേണ്ടി വരുന്നുള്ളത്, അത് മോളുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് അച്ഛന് വെടിയേൽക്കേണ്ടി വരുമ്പോൾ ആ മോളുടെ മാനസികാവസ്ഥയും ഒക്കെ ഒന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഇതുകൂടാതെ ഒത്തിരി പേർക്ക് ജീവൻ വെടിയേണ്ടി വന്നു ഈ ഭീകരാക്രമണത്തിൽ. എല്ലാവരുടെ കേസിലും ഇതുപോലെ തന്നെയാണ്. എല്ലാം ആണുങ്ങളെ തേടി പിടിച്ചാണ് കൂടുതലും എല്ലാം വെടിവെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെയും ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അടുത്തുള്ള ബന്ധുക്കളൊക്കെ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ ഇവരുടെ ചേട്ടൻ മിഞ്ഞാന്ന് വൈകിട്ട് രാത്രി ഫ്ലൈറ്റിനാണ്, അവരുടെ മോൻ അമേരിക്കയിലാണ്, അങ്ങോട്ടേക്ക് ചേട്ടനും വൈഫും പോയത്. പിന്നെ അവരുടെ സിസ്റ്റർ ഒരാളുള്ളത് ഇവിടെ വന്നിട്ട്. പിന്നെ ഈ ഷീലയുടെ, രാമചന്ദ്രൻ്റെ വൈഫ് ഷീലയുടെ ചേച്ചി ഹസ്ബൻഡ്, പിന്നെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ്, അവരൊക്കെ തൃപ്പൂണിത്തറയിലായിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ഇത്. കാരണം നമ്മളാരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മരണമാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്തിൽ നമ്മൾക്കൊന്നും സുരക്ഷിതമല്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചും കൊണ്ടാണ് കാശ്മീരിലെ ഈ ഭീകരാക്രമണം വീണ്ടും നടന്നിരിക്കുന്നത്. അതിൽ ഗവൺമെൻറ് തക്കതായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം. കാരണം ഇനി ഒരിക്കലും ഇത്തരം ഒരു മരണം ആർക്കും തന്നെ സംഭവിക്കാൻ പാടില്ല എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കുടുംബമായിട്ട് വളരെ നല്ല രീതിയിൽ പരിചയമാണ്. അമ്പലത്തിലുമൊക്കെ എപ്പോഴും കാണും. അങ്ങനെ നല്ലൊരു പരിചയം ഉള്ള ആൾക്കാരാണ്. ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ 7:30 എത്തും എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മൾക്ക് ഡൽഹിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്, അവിടുന്ന് വൈകുന്നേരത്തെ 4:30 ഫ്ലൈറ്റിന് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരും, നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാത്രി 8 മണിയോടെ. പക്ഷെ നേരിട്ട് തന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ ഫ്രീസറിലേക്കാണ് വെക്കാൻ കൊണ്ടുപോയിരിക്കുന്നത്, മോർച്ചറിയിൽ. അവിടുന്ന് ഇവരുടെ ബ്രദർ അമേരിക്കയിൽ പോയിട്ട് ഇന്നലെ രാത്രി അവിടെ എത്തിയ ആൾ അവർക്ക് കാണണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് അവർ തിരിച്ചു വരാനുള്ള ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അവർ നാളെ രാത്രി 3 മണിയോടെ എത്തിച്ചേരും. അതുകൊണ്ട് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മളെ പൊതുദർശനവും അതിനുശേഷമുള്ള ബാക്കി ചടങ്ങുകളും ഒക്കെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുദർശനം കാലത്ത് 7 മണി മുതൽ 9:30 വരെ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനുശേഷം ബോഡി വീട്ടിൽ കൊണ്ടുവരും. ഇവിടെ മങ്ങാട്ട് റോഡിലുള്ള നിരഞ്ജനം എന്ന് പറയുന്ന വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളുടെ NSSൻ്റെതായ ആ ചടങ്ങുകളിലൊക്കെ നടത്തി കഴിഞ്ഞിട്ട് എടപ്പള്ളി ശ്മശാനത്തിൽ 12 മണിയോടെ സംസ്കാരം നടത്തുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. എന്തായാലും നമ്മുടെ അടുത്ത് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശത്തെ കൗൺസിലറാണ്. എല്ലാവരും ഒരുപോലെ തന്നെ സങ്കടത്തിലും വിഷമത്തിലുമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാമചന്ദ്രനുമായി ബന്ധമുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രദേശവാസികളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ വീട്ടിലെ ഓരോ കാര്യത്തിനും മുന്നിൽ തന്നെ ഉണ്ട്. എന്തായാലും വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. 8 മണിയോടുകൂടി ഇന്ന് മൃതദേഹം കൊച്ചിയിലെത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം റിനൈ ഹോസ്പിറ്റലിലോട്ടാണ് നേരെ ഈ ഒരു മൃതശരീരം മോർച്ചറിയിലേക്ക് നേരെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷമാണ് നാളെ ഈ ഒരു ചങ്ങമ്പുഴ പാർക്കിൽ